വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ സ്ഥിരീകരിച്ച് കെ മുരളീധരൻ. വെൽഫെയർ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. BJP അധികാരത്തിൽ വരാതിരിക്കാൻ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെയും ചിലയിടങ്ങളിൽ CPM-നെയും പിന്തുണച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാണ് വർഗീയ നിലപാടുള്ളതെന്നും കെ മുരളീധരൻ പറയുന്നു. വെൽഫെയർ പാർട്ടിയായിട്ട് എല്ലായിടത്തൊന്നും ബന്ധം ഉണ്ടായിട്ടില്ല. ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടി. BJP വിജയിക്കാതിരിക്കാൻ ചില സ്ഥലത്ത് ഒരു UDF-നെ സഹായിച്ചിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ അവർ LDF-നെയും സഹായിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് LDF-നെ. ഞങ്ങൾ 2019 മുതൽ വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, ജമാഅത്തെ ബന്ധമല്ല, അത് വെൽഫെയർ പാർട്ടിയുമായി മാത്രമുള്ള ബന്ധം എന്ന മട്ടിലാണ് കെ മുരളീധരൻ സംസാരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ വിശദീകരണമായി? വിനീത, അതായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ആ നിമിഷം വരെ UDF-ലെയോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു നേതാക്കളും അംഗീകരിക്കാതിരുന്ന ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് പിറ്റേന്ന് കെ മുരളീധരൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, തന്നെ അംഗീകരിച്ചിരിക്കുന്നു. അതായത് പ്രാദേശിക തലത്തിൽ വെൽഫെയർ പാർട്ടിയുമായും കോൺഗ്രസും UDF-ഉം സഖ്യമുണ്ടാക്കിയിരുന്നു, ധാരണയിൽ എത്തിയിരുന്നു എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. കാരണം ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ പല നേതാക്കളോടും നമ്മൾ നേരിട്ട് ചോദിച്ചതാണ്. ആ ഘട്ടത്തിലൊന്നും തന്നെ അത് അംഗീകരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിന് ശേഷം പറയുന്നു വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ ധാരണയുണ്ടായിരുന്നു, സഖ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് CPM-ഉമായിട്ടും വെൽഫെയർ പാർട്ടി പല സ്ഥലങ്ങളിലും അങ്ങനെ നീക്കുപോക്ക് നടത്തിയെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ അവിടെ ഒരു വാർഡിൽ അതേപോലെ CPM പിന്തുണ നൽകി, ചാല വാർഡിലാണ് അങ്ങനെ ഒരു പിന്തുണ നൽകിയിരുന്നു എന്ന് പറയുന്നു CPM-ന്. അതായത് BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി അവരുടെ ദേശീയ നയത്തിന്റെ ഭാഗമായിട്ട് തന്നെ എടുത്ത ഒരു നിലപാടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനെയും CPM-നെയും സഹകരിക്കാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ സഹകരിക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു പറയുന്നു. 2019 മുതൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നുവെന്നും കെ മുരളീധരൻ പറയുന്നു. അങ്ങനെയെങ്കിൽ വെൽഫെയർ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വർഗീയ നിലപാടുള്ള സംഘടനയാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് CPM-മായി ബന്ധമുണ്ട്. പക്ഷേ കോൺഗ്രസിനോ UDF-നും ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമില്ലെന്നും കൂടി കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. വിനീത, ശരി, സിനോജാണ് വിവരങ്ങൾ നൽകി.